തടി ശരിക്കും കുറച്ചതാണോ? അതെ, വ്യക്തമായിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. പറഞ്ഞേ. തടി കുറച്ചല്ല, ഈ കൊറേ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കണമായിരുന്നല്ലോ. എന്നിട്ട് ഇതെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്ക് കുറെ നേരവും. അപ്പൊ പിന്നെ ലേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ ചാണകം മാറാൻ വന്ന കേസാ. 2 meals a day ആയി പോയി. 2 meals a day യോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ദിവസം 2 മീൽസ് കഴിക്കോ? ഞങ്ങൾ പകുതിയാണ് ഒരു മീൽസിന് കഴിക്കുള്ളൂ. അത് ഫീൽ ചെയ്യും, ഇതവിടെ ഫേസിൽ വരുന്നില്ല. ഇതത്ര ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. താങ്ക് യു. പിന്നെ അമ്മ എവിടെ ഇങ്ങനെ ചിരിക്കുന്നു. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. വിവരക്കേട് പറയുന്നവനെ ശിക്ഷിക്കാൻ തൽക്കാലം നാട്ടിൽ നിയമവും ഇല്ല. കറക്കോ? ആരെയൊക്കെ കറക്കിയിട്ടുണ്ട്. പയ്യന്മാരെ ആണെങ്കി ഇപ്പൊ ഞാൻ നിർത്തി. മനസ്സിലായി. ഇത്തിരി ഏജ് ഉള്ളവരെ തിരിച്ചേട്ടനാണെങ്കിൽ ഓക്കെ. ചേട്ടനാണെങ്കിലും ഓക്കെ. അപ്പൊ ബാക്കിയുള്ള ഏജുള്ളവരൊക്കെ അതുകൊണ്ടല്ല ആരും കണ്ടാ തെറ്റിദ്ധരിക്കില്ലല്ലോ. ചേച്ചിയുടെ ഭർത്താവാന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും അബദ്ധങ്ങളൊക്കെയാണ് ചില ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്.